ഹലോ, രശ്മി അല്ലേ? അല്ലല്ലോ, രശ്മിയല്ല. രശ്മി അല്ലേ? ഈ നമ്പറാണല്ലോ അവർ തന്നത്. സോറി കേട്ടോ, നമ്പർ മാറിയതാവും. ഇതാരാണ് സംസാരിക്കുന്നത്? നിങ്ങളാരും സംസാരിക്കുന്നത്? ഞാൻ രശ്മിയല്ല എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നമ്പർ മാറിയതാവും. എൻ്റെ പേര് വിഷ്ണു. ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമ ചോദിക്കുന്നു കേട്ടോ, നമ്പർ മാറിയതാവും. ഓക്കെ. ഹലോ, ആരാ? ഹലോ, ഞാൻ നേരത്തെ വിളിച്ച ആളാ, വിഷ്ണു. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ലാന്ന്. പിന്നെ എന്തിനാ ഈ ശല്യം ചെയ്യണത്? സോറി സിസ്റ്റർ, അവര് തന്ന നമ്പർ വിളിക്കുമ്പോൾ ഈ നമ്പറിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാ, ഒന്നും വിചാരിക്കല്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ഷോക്കായി പോയി. അതെന്തിനാ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ ഷോക്കാവുന്നത്? അത് എൻ്റെ മരിച്ചുപോയ അനിയത്തിയുടെ അതേ ശബ്ദമാണ് നിങ്ങൾക്ക്. ഒരു നിമിഷം ഞാൻ അവളെ ഓർത്തുപോയി. ഹലോ ഹലോ. നിങ്ങൾ എന്തിനാ വീണ്ടും വിളിക്കുന്നത്? ഞാൻ ഭർത്താവ് 2 കുട്ടികളുള്ള ഒരാളാണ്. എന്നെ ഇങ്ങനെ ശല്യം ചെയ്യരുത്. ഇനി നിങ്ങൾ എന്നെ വിളിച്ചാലേ ഞാൻ ഭർത്താവിനോട് പറയട്ടോ. അയ്യോ, അങ്ങനൊന്നും പറയരുത്. ഞാൻ ശല്യം ചെയ്യാൻ വിളിച്ചതല്ല. ഞാൻ പറഞ്ഞല്ലോ, ആ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ അനിയത്തിയെ തിരിച്ചു കിട്ടിയ ഒരു ഫീലാണ്. അപ്പൊ വിഷ്ണുവിന് വീട്ടിലാരും ഇല്ലേ? വീട്ടിൽ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഒരു പെങ്ങളുണ്ടായിരുന്നു, മരിച്ചുപോയി. പിന്നെ നേരത്തെ തന്നെ ഞങ്ങളെ വിട്ട് അമ്മയും പോയി. അപ്പൊ വിഷ്ണു കല്യാണമൊന്നും കഴിച്ചില്ലേ? കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ എനിക്ക് അങ്ങനെ പറയാൻ മാത്രം കൂട്ടുകാരും ഇല്ല. എനിക്ക് അച്ഛനും ഞാനും മാത്രമേ ഉള്ളൂ. അല്ല, എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് സിന്ധു. സിന്ധു. എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനോ എന്റെ വിഷമങ്ങൾ പങ്കുവെക്കാനോ ആരുമില്ല. സിന്ധുവിനോട് സംസാരിക്കുമ്പോൾ എന്തോ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം തോന്നുന്നു. പക്ഷേ സിന്ധുവിനെ എന്നെ ഒരു ബ്രദറായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ടായിട്ടോ കണ്ടൂടെ? ഓക്കെ, നിങ്ങളിപ്പോ ഫോൺ വെക്കോ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ആ ശരി ബിന്ദു, വല്ലപ്പോഴും എന്റെ അനിയത്തിന്റെ ശബ്ദം കേൾക്കണമെന്ന് തോന്നിയാൽ ഞാൻ വിളിക്കൂട്ടോ. ഓക്കെ. ഹലോ, പറയൂ വിഷ്ണു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഭക്ഷണമൊക്കെ കഴിച്ചോ? എന്താ പണിയെല്ലാം തീർന്നോ? പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ഭക്ഷണം കഴിച്ചുള്ളൂ. അവിടെ വിഷ്ണു കഴിച്ചില്ലേ? ഞാൻ കഴിച്ചു. പിന്നെ അച്ഛന്റെ കാര്യങ്ങൾ കൂടി നോക്കണ്ടേ? ഹലോ, ഇന്ന് എന്ത് പറ്റും? നേരത്തെ ആണല്ലോ. ഒന്നുമല്ല സിന്ധു, നമ്മൾ കുറെ ആയില്ല ഇങ്ങനെ ഫോണിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ നല്ല സുഹൃത്തുക്കളുമായി. സിന്ധുവിനെ ഒന്ന് നേരിട്ട് കാണണം എന്നൊരാഗ്രഹം. അയ്യോ, അതൊന്നും വേണ്ട, ഫോണിലൂടെ സംസാരിച്ചാ മതി. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അപ്പോൾ കാണാൻ വല്ലാത്തൊരു ആഗ്രഹം. എനിക്കും കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അത് വേണ്ട, എനിക്ക് പേടിയാ. അല്ല സിന്ധു, എനിക്ക് നിന്നോട് നേരിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനിപ്പോ എങ്ങനെ കാണാനാ? നീ പട്ടാമ്പിക്ക് വന്നാ മതി. ബാക്കി വരേണ്ട വഴികളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇടയ്ക്കൊന്ന് വിളിച്ചാൽ മതി. അതിപ്പോ എന്ത് പറഞ്ഞിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാ? മാത്രല്ല, പട്ടാമ്പി ഒരുപാട് ദൂരല്ലേ? എന്തെങ്കിലും പറഞ്ഞിട്ട് വാ സിന്ധു. കൂട്ടുകാരിയുടെ വീട്ടിലേക്കാണെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ മതി. പിന്നെ എങ്ങനെ വരുന്നത്? ബസ്സിലാണോ? അല്ല, എനിക്ക് സ്കൂട്ടി ഉണ്ട്. അത് മതി. ഇടയ്ക്ക് വിളിച്ചാൽ ഞാനേ വഴി പറഞ്ഞുതരാം. ശരി, എന്നാ ഞാൻ വിളിക്കാം.
വിഷ്ണു, ഞാൻ നീ പറഞ്ഞ സ്ഥലത്തെത്തി. ഇനി എവിടേക്കാ വരേണ്ടത്? ആ, ഇപ്പം നിൽക്കണോടത്തുനിന്നേ ലെഫ്റ്റിലേക്ക് ഒരു 100 മീറ്റർ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു സ്നോ വൈറ്റ് ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ മതി, ഞാൻ അതിൻ്റെ ഉള്ളിലുണ്ടാവും. ആ ശരി. സിന്ധു പേടിക്കണ്ട, ഇത് ടൗണിന് കുറച്ച് മാറിയിട്ടുള്ള റോഡിലാണ്. ഇവിടെ അങ്ങനെ അറിയുന്ന ആൾക്കാരൊന്നും വരില്ല. എന്തിനാ പേടിക്കുന്നത്? സാർ എന്ത് കഴിക്കാൻ വേണ്ടത്? എന്താണത്? ഈ സമയത്ത് ബിരിയാണി ഉണ്ട് സാർ. ചിക്കൻ, മട്ടൻ, ബീഫ് എല്ലാം ഉണ്ട്. ചിക്കൻ ബിരിയാണി ആയിക്കോട്ടെ അല്ലേ? 2 ചിക്കൻ ബിരിയാണി. ഓക്കെ സാർ. ഇവിടെ ഭക്ഷണം ഓർഡർ ചെയ്താലേ മിനിമം അരമണിക്കൂറെങ്കിലും പിടിക്കും ഭക്ഷണം കിട്ടാൻ. വിഷ്ണുവിനെ എന്താ സംസാരിക്കാണെന്ന് പറഞ്ഞല്ലോ. പറയാം. ഞാൻ ഇതുവരെ ആരോടും പറയാത്ത കാര്യങ്ങളാണ് ഇന്നിപ്പോൾ സിന്ധുവിനോട് പറയാൻ പോകുന്നത്. അത് സിന്ധു എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടും അല്ലെങ്കിൽ ഞാനൊരു അനിയത്തിയായി കാണുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ സിന്ധുവിനോടെല്ലാം പറയുന്നത്. എൻ്റെ അച്ഛൻ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഒരുപാട് ചികിത്സകൾ നടത്തി, ഒരുപാട് ഹോസ്പിറ്റലുകൾ, ഒരുപാട് പൈസ ചിലവാക്കി. പക്ഷേ ഇപ്പോൾ അച്ഛന് കുറച്ച് കൂടുതലാണ് അസുഖം. എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. എത്രയും പെട്ടെന്ന് ഒരു സർജറി വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. അതിന് 2 ലക്ഷം രൂപ വേണം. പെട്ടെന്ന് 2 ലക്ഷം രൂപ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലോണിന് വേണ്ടിയിട്ട് അപേക്ഷ വെച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ശരിയാവും എന്നാണ് പറഞ്ഞത്. പക്ഷേ അത്രയും നാൾ കാത്തിരിക്കാൻ ഇപ്പോൾ കഴിയില്ല. ഇത്രയും പെട്ടെന്ന് സർജറി നടന്നില്ലെങ്കിൽ അച്ഛൻ്റെ ജീവൻ എന്തെങ്കിലും. എനിക്ക് എൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതിനെനിക്ക് അത്യാവശ്യമായിട്ട് 2 ലക്ഷം രൂപ വേണം. സിന്ധുവിന് 2 ലക്ഷം രൂപ എന്ന് എന്നെ സഹായിച്ചൂടെ? എത്രയും പെട്ടെന്ന് ലോൺ കിട്ടിയാൽ ആദ്യം തന്നെ ഞാൻ സിന്ധുവിൻ്റെ പൈസ തന്നു തീർക്കാം. അച്ഛൻ്റെ അസുഖങ്ങളൊക്കെ മാറിയിട്ട് വേണം എനിക്ക് നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ഒരു കല്യാണം കഴിക്കണം. വീട്ടിലൊരാളാവും, അച്ഛനതൊരു സഹായമാവുമല്ലോ. ഇനി എനിക്ക് സമാധാനമായിട്ട് ജോലിക്കും പോകാം. അതിന് സിന്ധു ഒരു 2 ലക്ഷം രൂപ തന്ന് എന്നെ സഹായിക്കണം. എത്രയും പെട്ടെന്ന് ഞാൻ തന്നു തീർത്തോളാം. വേറെ എനിക്കൊരു വഴിയില്ല. എൻ്റെ അയ്യോ, എൻ്റെ കയ്യിൽ എവിടുന്ന് ഇത്രയും വലിയ തുക? സിന്ധു എങ്ങനെങ്കിലും എന്നെ സഹായിച്ചില്ലെങ്കിൽ എൻ്റെ അച്ഛൻ. എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല വിഷ്ണു. എങ്കിൽ തൽക്കാലം നിന്റെ ഈ മാല ഒന്നും തന്നൂടെ? ഞാൻ പണയം വെച്ച് പൈസ എടുത്തോളാം. അയ്യോ, എനിക്ക് മാലൊന്നും തരാൻ പറ്റില്ല. എൻ്റെ ഏട്ടനെങ്ങനെ അറിഞ്ഞാൽ ഞാൻ എന്താ പറയാ? അതിനൊക്കെ നുണ പറയാനാണോ സിന്ധുവിന് പ്രയാസം? ഞാൻ എൻ്റെ ഏട്ടനോട് ചോദിക്കാതെ ഒന്നും ചെയ്യാറില്ല. ഇത്ര കാലം എനിക്ക് ഫോൺ ചെയ്തും സംസാരിച്ചതൊക്കെ നീ നിന്റെ ചേട്ടനോട് ചോദിച്ചിട്ടാണ്. വിഷ്ണു, നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തത്? എന്തിനാ എന്നെ ദ്രോഹിക്കുന്നത്? എനിക്കിപ്പോ കുറച്ച് പൈസ ആവശ്യമുണ്ട്. നീ ഇപ്പൊ മാല മര്യാദയ്ക്ക് ഊരി തരികയാണെങ്കിൽ നിനക്കൊരു പ്രശ്നമില്ലാതെ വീട്ടിലേക്ക് പോവാം. ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ഒരു ശല്യമായിട്ട് ഞാൻ ഉണ്ടാവില്ല. ഒരു മിസ് കോൾ പോലും ഞാൻ ചെയ്യില്ല. ഞാനിവിടെ വിളിച്ച ആളെ കിട്ടും. നീ ആളെ കൂട്ടിക്കോ, നീ ആളെ കൂട്ട്. ആളുകൾ ഓടിക്കൂടിയാൽ ആർക്കാ പ്രശ്നം? നിനക്കെന്നാ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. നീ എന്തിനിവിടെ വന്നു? നിന്റെ ആരാണ് ഇവൻ? അങ്ങനെ 100 ചോദ്യങ്ങൾക്ക് നീ ഉത്തരം പറയേണ്ടി വരും. പിന്നെ നീ എന്നെ തേടി ഇവിടെ വന്നതാണ്, ഞാൻ നിന്നെ തേടി വന്നതല്ല. ഞാൻ പോവാ. എനിക്ക് നീ എവിടേക്കും പോവില്ല. നീ എവിടേക്ക് പോയാ? നീ എവിടേക്കും പോവില്ല. പിന്നെ നീ ഇവിടെ ഒരു ബഹളം ഷോ കാട്ടിലൊന്നും കാര്യമില്ല. ഒരു മനുഷ്യൻ നിന്നെ രക്ഷിക്കാൻ വരില്ല. കാരണം ഇതെന്റെ സുഹൃത്തിന്റെ ഹോട്ടലാണ്. പോണം. എന്നൊന്നും ചെയ്യരുത്. പ്ലീസ്, നിന്റെ കാര്യം പിടിക്കാം. എന്നൊന്നും ചെയ്യരുത്. നിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ അനുസരിക്കണം. ഇത്തരം സന്ദർഭങ്ങളിൽ സമാധാനപരമായി പിരിയലാണ് എന്റെ രീതി. പക്ഷെ നീ വെറുതെ ഈ മാലയെ കുറിച്ചും എങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും? ഇത്രയും നുണകൾ പറഞ്ഞ് എന്നെ കാണാൻ ഇവിടെ വരെ വന്ന നിനക്ക് അത് കളഞ്ഞുപോയി പറയാൻ എത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇന്ന് മോങ്ങാതെ മോൾ അധികം ഊരിത്ത. ഇത്രയും ക്യാമറക്കടിയിൽ നമ്മളിരുന്ന് സംസാരിച്ചിരുന്ന സീനുകളല്ല നാളെ സോഷ്യൽ മീഡിയയിൽ കറങ്ങാതിരിക്കണമെങ്കിൽ അതുകൾ ഊരിത്താടി. നീ ഊരി തരുന്നോ അത് ഞാൻ പിടിച്ചു വാങ്ങണം. ഇങ്ങോട്ട് ഊരിത്താടി.